ഹലോ പറ. ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. ഒരു ഫേസ് പാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് DIY വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തം ആയിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കായിട്ടാണ്, DIY ഫേസ് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുക്കുംബറാണ്. കുക്കുംബർ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് ഉദ്ദേശിക്കണേ. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം ഈ ഒരു കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുക്കുംബറിന് പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ലൊരു ഹൈഡ്രേഷൻ തരും അവർ. പിന്നെ ഒരു പ്രിമേച്ചർ ഏജിങ്, അതായത് നമ്മൾക്കിപ്പം ചിലവരെ കണ്ടാൽ നമ്മൾ പറയില്ലേ, ചിലവരെ കണ്ടാൽ പറയും ഓ അവൾക്ക് അത്രയും പ്രായം തോന്നില്ല, പക്ഷെ അയ്യോ അവൾക്ക് അത്രയും പ്രായമുണ്ടോ, അങ്ങനത്തെ ഒരു സംഭവമില്ലേ. അപ്പോൾ അതായത് മുന്നേ നമുക്ക് ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ ഒരു പ്രായമൊക്കെ നമ്മളുടെ ഫേസിലൊക്കെ തോന്നുന്നത് ഒരു പ്രിമേച്ചർ ഏജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു കുക്കുംബറിന് സഹായിക്കാൻ പറ്റും. അപ്പം അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലെൻസിങ് ആണ്. അത് ഈ കുറച്ച് കുക്കുംബറും അതുപോലെ തന്നെ നമ്മളുടെ പാലിന് പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമുക്ക് നല്ല രീതിക്ക് സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പാലെന്ന് പറയുന്നത്. അപ്പം കുറച്ച് കുക്കുംബറും കുറച്ച് പാലും കൂടെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത്, അപ്പം ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകുന്ന പോലെ കുറച്ച് നേരം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉരച്ചിട്ട് നമുക്കത് വാഷ് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് കുക്കുംബറും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഓക്കെ. അപ്പം ഞാൻ പാലും കുക്കുംബറും കൂടെ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫേസിലിട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം, എന്താണ് ക്ലെൻസ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ആ ഒരു കുക്കുംബറും പാലും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു കൂളിംഗ് എഫക്റ്റും സംഭവമെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്തെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പാക്കാണ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പോണേ. അതിന് വേണ്ട സംഭവങ്ങൾ കുക്കുംബറിൻ്റെ ജ്യൂസ് വേണം, പിന്നെ കുറച്ച് മുൾട്ടാണി മിട്ടി വേണം, പിന്നെ നമ്മൾക്ക് തേൻ വേണം. ഈ മുൾട്ടാണി മിട്ടി എന്ന് വെച്ചാൽ അത് നല്ല അടിപൊളി പാക്കാണ് സംഭവം, നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫേസിൽ പിമ്പിൾസ് വരാറില്ലേ, അതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും. അതുപോലെ തന്നെ ഇത് നല്ല ഡീപ്പായിട്ട് നമ്മളുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യും. അപ്പം തന്നെ നമ്മളുടെ ഫേസിൽ ഒരുമാതിരി ബ്രൈറ്റ്നെസ് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് സൺ ടാൻ മാറ്റാനും ഇങ്ങനെ വ്രിങ്കിൾസ് ഒക്കെ വരത്തില്ലേ നമുക്ക്, അതെല്ലാം മാറ്റാനും നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം നമ്മൾക്ക് ഇതുകൊണ്ട് സഹായിയുടെ ഗുണങ്ങളൊക്കെ ഓൾറെഡി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഫേസിലെ പിമ്പിൾ ഇപ്പം ജസ്റ്റ് അതൊരു നല്ല ബ്രൈറ്റ് ആക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ അവർക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെയാണ് ഹണിക്ക് കൂടുതലുള്ളത്. അപ്പം പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തേനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് പെട്ടെന്ന് അത് സുഖമാവും. പിന്നെ കുക്കുംബർ ജ്യൂസിൻ്റെ ഓൾറെഡി ഞാൻ അതിൻ്റെ നല്ലതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മതി. ഒരു 1.5 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി, കുറച്ച് കുക്കുംബർ ജ്യൂസ്, ഒരു സ്പൂൺ തേൻ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണം. അപ്പം ഞാനത് പാക്കാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 സ്പൂൺ മുൾട്ടാണി മിട്ടി, 1 സ്പൂൺ തേൻ, കുറച്ച് കുക്കുംബറിൻ്റെ ജ്യൂസ്, അത് ഞാൻ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്യും. ഞാൻ കുക്കുംബർ ഫ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് ഡയറക്റ്റ് എടുത്തത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്, അല്ലെങ്കിൽ തന്നെ കുക്കുംബറിൻ്റെ തണുപ്പാണല്ലോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ഫേസിൽ മൊത്തം അത് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ആക്കാം, എന്നിട്ട് നമുക്ക് കഴുകിയിട്ട് വരാം. പിന്നെ ഈ മുൾട്ടാണി മിട്ടി ഇട്ട് കഴിയുമ്പോഴേ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഒരുപാട് വർത്താനം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എനിക്ക് പണ്ടത് ഫീൽ ചെയ്തിട്ടുണ്ട്, അത് ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ മുൾട്ടാണി മിട്ടി സംഭവം കുറച്ച് ഡ്രൈ ആവുമല്ലോ, അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളത് പിന്നെ നമ്മളതനുസരിച്ചിട്ട് നമ്മുടെ ഫേസിന് മൂവ്മെൻറ്റ് വരുമ്പോൾ
അങ്ങനെ ആ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ലൈൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്കിൻ ടൈറ്റനൊക്കെ ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മുൾട്ടാണി മിട്ടി ഇട്ടിട്ട് ഒരുപാട് വായു കൊണ്ട് പ്രകടനങ്ങളും കാണിക്കാതിരിക്കണതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തൊന്ന് ഡ്രൈ ആയിട്ട് വരാം. 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതിൽ കൂടുതൽ വെക്കണ്ട, കാരണം മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആക്കുമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് തന്നെ ധാരാളം. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ എന്തായാലും ഫേസ് ഇതേ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യും. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള രീതിക്ക് നിങ്ങൾക്കിത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ C+E0 ആണ് യൂസ് ആക്കുന്നത്. ഈ മോയ്സ്ചറൈസർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളത് ഫേസിൽ ഇട്ടാലും നമുക്ക് നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആവും. എനിക്ക് നല്ല രീതിക്ക് ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ആക്കിയതാണ്. എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫേസിൽ കണ്ട പെട്ടെന്ന് തന്നെ ഇതാവും. ഓക്കെ, അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.